ഏത് സ്ട്രോങ് വന്ന ആളുകളുടെയും ഇന്ന് വന്നവരുടെ ബ്ലോക്കാണ് ഈ സ്ട്രോങ് വരിക എന്ന് പറഞ്ഞാൽ, ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക്, അത് ഗൗരവം കൂടി വരികയാണ് ഈ സാധനം. അപ്പോൾ അതിന് പിന്നെ ആദ്യത്തെ മരുന്നിന്, അരച്ച മരുന്നിന് ചെറിയ രീതിയിൽ 45,000 രൂപയും മറ്റേതിന് 75,000 രൂപയും ചിലവ് വരും. രണ്ടാമത്തെ അതിനൊരു മരുന്നും കൂടി അതിന് പുരട്ടാനുണ്ട്. അത് മേലെ പുരട്ടേണ്ട, ഒരൊറ്റ തവണ പുരട്ടിയാൽ മതി. ഈ മരുന്നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ പുഴുത്ത മുറികളുള്ള ആളുകളുണ്ട്, അതുപോലെ ഈ ആക്സിഡൻറ്റ് പറ്റിയിട്ട് എല്ലിൻ്റെ ജോയിൻ്റ് വിട്ടിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ ചില ഞരമ്പുകൾ വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം വരിക, ഉദാഹരണത്തിന് വെരിക്കോസിൻ്റെ പോലെയുള്ള നിങ്ങളെ പുറത്തേക്ക് കാണാത്ത സംവിധാനങ്ങളുണ്ട്. ചില ഞരമ്പുകൾ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ തൽക്കാലമായിട്ട് ശരിയാക്കേണ്ട ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഇത് രണ്ടും ആദ്യത്തെ തവണ നടക്കണം. ഇത് ചിലപ്പം പിന്നെ ഈ 50,000 രൂപയുടെ മരുന്ന് അല്ലെങ്കിൽ 75,000 രൂപയുടെ മരുന്ന് 3 തവണ 4 തവണ ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല ഒരു 30 ലിറ്റർ കഷായം ഉപയോഗിക്കണം. അല്ലാതെ നിങ്ങൾ ഒരാൾ രക്ഷപ്പെടില്ല. ഈ 30 ലിറ്റർ കഷായം എന്ന് പറഞ്ഞാൽ വെറും 8,000 രൂപക്കുണ്ട് അതിൽ ലോക്കൽ. അതിൽ കുറച്ച് കൂടിയതാണ് 15,000 രൂപയ്ക്ക് ഇപ്പോൾ ഒരുവിധം ശ്വാസം മുട്ടലിനും പിന്നെ നട്ടൽ വേദനക്കൊക്കെ മറ്റ് രോഗങ്ങളില്ലെങ്കിൽ വെക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് അതിലും കൂടുതലുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വന്ന് കണ്ടിടത്തോളമൊക്കെ അങ്ങനെയുള്ളത്. അവർക്ക് 30,000 രൂപയുടെ കഷായം വെക്കണം. ഇങ്ങനെ ഓരോരോ സാധനത്തിന് ഇന്നലെ ഒരു 4-5 കേസ് കണ്ടു. അതൊക്കെ 1.25 ലക്ഷം രൂപയുടെ കഷായം വെക്കേണ്ടതാണ്. ഇതില്ലാണ്ട് നിങ്ങൾ പോയ ഒരുത്തിന്ന് പോയിട്ടും രക്ഷപ്പെടില്ല. പിന്നെ നിങ്ങൾ പോകണോണ്ടും വരുന്നോണ്ടും എനിക്ക് യാതൊരു വിരോധമില്ല, നിങ്ങൾക്ക് പോകാം. പക്ഷേ നിങ്ങൾ ബോധം കെട്ട് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മരുന്നേരെ എത്താക്കിയാൽ നിങ്ങളെ പോയസം കുത്തി വെച്ച് കൊല്ലും. മാത്രമല്ല ഇതൊക്കെ നിങ്ങളൊന്നും അറിയണം. പോയസം കുത്തി വെച്ച് കൊല്ലും എന്ന് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടകുടുംബങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വാങ്ങിയിട്ട് അതിൽ 10,000 കോടി രൂപ അമേരിക്കൻ ഡോളറാണ് ഇയാളെ ഈ ഓപ്പറേഷന് കൊണ്ട്. അതിനൊരു ഓപ്പറേഷൻ്റെ ഒരു എണ്ണത്തിൻ്റെ പേരിടും. അത് കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ അതൊക്കെ ക്ലിയറാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അടുത്ത ഇന്നൊരു ഓപ്പറേഷൻ ഇന്ന ഡേറ്റിന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്യേണ്ടത് പറ്റില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള പേര്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഈ ചത്ത ശവം വെച്ചിട്ട് കൂടി ഇപ്പോൾ ഡോളർ കണക്കിൽ നിങ്ങളുടെ പണപ്പിരിവ് നടത്താനുള്ള ഒരു സംവിധാനമാണ് ഈ ഉള്ളത്. അതിന് മറ്റൊരു കാരണം കൂടി നിങ്ങളുടെ ഇടയിലുണ്ട്. ഒന്ന്, ജനപ്പെരുപ്പം കൂടുതലാണ്. ആ കൂടുതലുള്ളതിന് ഈ ബോംബിട്ട് കൊള്ളുന്നതിന് പകരം കുറച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഏതിലേക്ക് പോകണം. പിന്നെ എൻ്റെ ഫോണിൽ കൂടെ ഇപ്പോൾ ചിലവലിൻ്റെ വെള്ളപ്പാണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ആരോഗ്യത്തോടെ കൂടെ ഓടി നടന്ന് ജോലി ചെയ്യുന്നുണ്ടോ, എൻ്റെ വെള്ളപ്പാണ്ട് കൊണ്ട് എനിക്കൊരു തടസ്സമില്ല. എനിക്കതിന് പകരം മരുന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ശ്രമിക്കാനായിട്ടൊന്നുമല്ല, പലതരം ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് അതൊക്കെ പരാജയപ്പെടുക. അപ്പോൾ ഈ പരാജയപ്പെടുന്നതിൻ്റെ പിന്നിലൊരു കാരണം, നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ അലുമിനിയം പാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടി ഉപയോഗിക്കുന്നില്ല, മുളയുടെ കൊട്ടക്കയിലും കൊട്ടയും ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ സൂക്കടിൻ്റെ പ്രധാന കാരണം. അതായത് മുള ഉപയോഗിക്കാത്തത്. ഇനി അത് രണ്ടാമത് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് ആദ്യം വരുന്നത് ചൊറിയാസിസ് രോഗമാണ്. അപ്പോൾ അതിന് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 6 തവണ ഓരോ ക്ലാസ് മരുന്ന് കൊടുത്താൽ ഇത് ശരിയാവുന്നൊരു കാര്യമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വേറെ തരത്തിലാക്കും. അങ്ങനെ ഞാൻ ചെയ്തവർക്കൊക്കെ അതിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അത് ചെയ്യാത്തവർക്കൊക്കെ അത് അങ്ങനെ ഉണ്ട്. ചിലവർ ഇന്ന അങ്ങനെയാണ്, മോശമാണ്, ഇങ്ങോട്ടാണെന്നൊക്കെ പറയും. എന്നെ മോശം പറഞ്ഞാൽ ഞാൻ ആ വഴിയിൽ ചെയ്തില്ല. ഇപ്പോൾ ഈ ഫോണിൽ കൂടെ എൻ്റെ വെള്ളപ്പാടിനെ ആദ്യം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, എന്തെങ്കിലും ഒരു നാൾ എൻ്റെ അടുത്ത് വരുമല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ശരിക്കത് കൈകാര്യം ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരിട്ട് നിങ്ങളെയൊക്കെ പിന്നെ പോയസം കുത്തിവെച്ച് കൊല്ലാനുള്ള ഓർഡറാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയാൻ പാടില്ല, സുപ്രീം കോർട്ട് നേരിട്ട് ചെയ്തുള്ളതാണ്. അതിൽ മെഡിക്കൽ അതോറിറ്റി എല്ലാവരും കൂടിയിട്ട് അവർക്ക് ഒപ്പിട്ട് കൊടുത്തുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് വരെ പോയിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾ മാത്രമല്ല നശിക്കണം, നിങ്ങളുടെ മക്കൾ, കൂട്ടകുടുംബങ്ങൾ കംപ്ലീറ്റ് നശിക്കാനുള്ള പണിയാണ് ഈ സാധനം ചെയ്യണത്. അത് കാലങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നേ ഉള്ളൂ. അപ്പോൾ ഈ മോശം കമൻ്റ് എഴുതുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഒരു നാൾ നമുക്കിതിന് മറുപടി വേണ്ടി വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൊപ്പത്തുണ്ട്, ഇന്ന് പട്ടാമ്പി നേർച്ച ആയത് കാരണം ഒന്നും ഒഴിവെടുത്തിട്ട് എൻ്റെ പേരക്കുട്ടികളെ സമ്മതിക്കില്ല. ഞാൻ അവർക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്.